ഇതൊക്കെ ഡോക്ടർ ഒബീസിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആങ്സൈറ്റി കൂടി. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാനാണ് എടുത്തത്. ഹൗ മച്ച് ഇസ് ആങ്സൈറ്റിയും നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ഗട്ടും നമ്മുടെ വയറും മനസ്സും തമ്മിൽ എത്രമാത്രം കണക്റ്റഡ് ആണ്? ഗട്ടിനെ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം കുറേ അധികം പഠനങ്ങൾ വരുന്നുണ്ട്. പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കുറേ അധികം മൈക്രോബയോട്ടയുണ്ട്. കൂടുതലും നമ്മുടെ ഗട്ട് കേന്ദ്രീകരിച്ചിട്ടാണ് മൈക്രോബയോട്ട എന്ന് പറഞ്ഞാൽ പദം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, അതിനെല്ലാം കൂടെ ചേർന്നിട്ടാണ് മൈക്രോബയോട്ട എന്ന് പറയുന്നത്. ഈ മൈക്രോബയോട്ട അതിന് തന്നെ അതിൻ്റെ ജനിതകമായ ഘടകങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഘടകങ്ങളിനെക്കാട്ടി കൂടുതലാണ് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഈ മൈക്രോബയോട്ടയുടെ ജനിതക ഘടകങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളും ഈ മൈക്രോബയോട്ടയും നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് ഒരു സിംബയോസിസ് എന്ന് പറഞ്ഞാൽ പരസ്പര സഹകരണത്തിൽ ജീവിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല, ഒരാളെ കാർന്നു തിന്നതിനെ പാരസൈറ്റ് എന്ന്. ഇത് സിംബയോസിസ് ആണ്. സിംബയോസിസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉപകാരമുണ്ട്, നമുക്ക് ഉപകാരമുണ്ട്. അങ്ങനെ ഒരു സിംബയോസിസ് മെക്കാനിസത്തിൽ നമ്മൾ കടന്നു പോവുകയാണ്. അതിനകത്ത് ഈ മൈക്രോബയോട്ട കുറേ അധികം ഹോർമോണുകളെയും കുറേ അധികം കെമിക്കൽസിനെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഗട്ടിനകത്തോട്ട് തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ ഗട്ടിലോട്ട് കൊടുക്കുന്ന വാഗസ് നെർവ് എന്ന് പറയുന്ന നെർവ് വഴിയാണ്. അതായത് നാഡീവ്യൂഹങ്ങൾ. ഈ നാഡീവ്യൂഹങ്ങളുടെ അറ്റം എന്ന് പറഞ്ഞാൽ ടെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ് വേരുകൾ പോലെ ഇങ്ങനെ ഗട്ടിൻ്റെ ഓരോ ഭാഗത്തും ഓരോ സെൽസിനും ചെല്ലുന്നു. അത് തൗസൻഡ്സ് ഓഫ് മില്യൺസ് ആണ് അങ്ങനെയുള്ള കോശങ്ങളുള്ളത്. അപ്പം അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ബ്രെയിനിനെ ബാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ജോൺ ഹോപ്കിൻസ് ഈ അടുത്ത കാലത്തുണ്ടായൊരു പഠനം എന്ന് പറഞ്ഞാൽ പല ആൽഷൈമേഴ്സ് ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും, ഇപ്പോൾ ആൽഷൈമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 60 വയസ്സിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പ്രകടമായി വരികയുള്ളൂ. അതിനെ പ്രകടമാക്കുന്ന ഒരു ഘട്ടത്തിന് മുമ്പ് തന്നെ നമ്മുടെ മൈക്രോബയോട്ടയുടെ ഘടന പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അപ്പം നമ്മുടെ ഗട്ടും ബ്രെയിനുമായിട്ട് എത്രത്തോളം റിലേറ്റഡ് ആണ് ബ്രെയിനിലുള്ള ന്യൂറോൺസ് പോലെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ബാധിക്കുന്നു. ഇപ്പം ഗട്ടിൻ്റെ പ്രയാസം കൊണ്ടിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ തിരിച്ചും ബ്രെയിനിൻ്റെ പ്രോബ്ലം കൊണ്ട് ഗട്ടും പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ സത്യം പറഞ്ഞാൽ ഈ ഗട്ടും അതിനകത്തുള്ള മൈക്രോബയോട്ടയും ബ്രെയിനും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മളറിയാതെ കമ്മ്യൂണിക്കേഷൻ ഓൺലൈൻ ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ജങ്കും ഇതിനെയൊക്കെ മാറ്റുക ചെയ്യും. നമ്മൾ അതിൻ്റെ ഒരു ഘടനയെ തന്നെ മാറ്റുകയും ആ ഒരു സിംബയോസിസിനെ, ഒരു എക്കോസിസ്റ്റത്തിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് ചെയ്യുന്നത്.